ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിതേത് മുറിയിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദർശിച്ചു, നിനക്ക് എന്നാ പറ്റിയേ? നീ എന്നെ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തെ? ഓരോന്ന് ആലോചിച്ചിട്ടേ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ആദർശേട്ടാന്ന് നയന നേരം ആദർശനോട് പറഞ്ഞു. അല്ല ചേച്ചി ഇന്ന് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആദർശം. ഈ സമയത്ത് ചന്തമോളെ അവിടെ നിർത്തുന്നത് ഒട്ടും സേഫ് അല്ല എന്നും നയന പറയുവാണ്. ഇനി മോളെ ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്കൊപ്പമല്ലേ മോളുള്ളത്. പിന്നെ ഈ സംഭവത്തിന് ശേഷം ചന്തമോളെ അമ്മ ശരിക്കും ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരിക്കലും ഇതുപോലെ പ്രതികരിക്കാതിരിക്കുന്ന ഒരാളല്ല എന്ന് നയന പറയുക. ഒന്നും മിണ്ടാതെ അവൾ നടക്കുന്നതാണ് എല്ലാവരെയും അവൾ ഭയപ്പെടുത്തുന്നത്. ഒന്ന് പൊട്ടിത്തെറിച്ചാലും ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാം. ചെറിയൊരു കാര്യത്തിന് പോലും പ്രതികരിക്കുന്ന ഒരാളാണ് ചേച്ചിയെന്നും അങ്ങനെയുള്ള ആൾ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എല്ലാം നശിപ്പിക്കേണ്ടതാണെന്ന കാര്യവും നയന പറയണു. അബിയുടെ ജീവന് പോലും ഭീഷണിയാകേണ്ടതാണെന്ന കാര്യവും പറയുവാണ്. അപ്പോൾ അവനും അപ്പച്ചിയൊക്കെ ഭയന്നാണ് കഴിയുകയാണെന്നാണ് അവന്തേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞതെന്നും അബിക്ക് അവളുടെ മുറിയിലേക്ക് പോകാൻ പോലും പേടിയാണെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറയുമ്പോൾ അപ്പോൾ അവനെയും കൊന്ന് ചേച്ചി മരിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു നയന. ആദർശനും ആകെ ടെൻഷനായി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടനും കനകയാണ്. അപ്പോൾ ഗോവിന്ദേട്ടൻ പോയി കിടക്കാൻ പറഞ്ഞു കനക. അപ്പോൾ കിടന്നാലും എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല എൻ്റെ കനകയെ. നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല എന്ന കാര്യം ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു. നവിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയുകയില്ല. ആകെ ടെൻഷനാണ്. അവളെ ഞാൻ 4-5 പ്രാവശ്യം വിളിച്ചു, എന്നിട്ട് അവൾ ഫോണൊന്നും എടുത്തില്ല എന്നും പറഞ്ഞു. അവിടെയാണെങ്കിലോ ആരോടും അവൾ സംസാരിക്കുന്നുമില്ല എന്നും. അപ്പം ആദർശിൻ്റെ മുത്തശ്ശൻ വിളിച്ച് കാര്യം ഉപദേശിച്ചെന്നാണ് പറഞ്ഞതെന്ന് കനക പറയുമ്പം ഉപദേശിച്ചിട്ട് എന്താ കാര്യം? അവിടെ പ്രതികരണമൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ മനസ്സിനകത്ത് ഓരോന്നും മൂടി വെച്ച് നടക്കുമ്പോഴല്ലേ നമ്മുടെ ഭയം കൂടി വരിക എന്ന് ഗോവിന്ദേട്ടൻ കനകയോട് ചോദിക്കുക. അപ്പോൾ ഇതെന്താ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ? ഇതിപ്പോൾ വയ്യാത്ത അച്ഛൻ്റെ കൂടെ ഉറക്കം പോയില്ലേ എന്ന് പറഞ്ഞ് നന്ദു വന്നു. അവിടെയാണെങ്കിൽ നയനേച്ചിയുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ നിനക്കും ഉറക്കം വരുന്നില്ലല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പം എങ്ങനെയാ അച്ഛൻ ഒന്ന് ഉറങ്ങുന്നത്? നവേച്ചിയുടെ സ്ഥാനത്ത് ഞാനോ നയനേച്ചി ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ നവ്യേച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ. ദേഷ്യവും സങ്കടവും വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും, ഒരു മടിയും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടോ ഇവളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല മോളെ. പറയാവുന്നതിലപ്പുറം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ആദർശിനെ നയനയും അവൾ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവളത് ചെയ്തതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ കനകയ്ക്ക് ആകെ സങ്കടമായിട്ട് നിൽക്കുക. എന്നാൽ ഇപ്പോൾ അവരുൾപ്പെടെ എല്ലാവരുടെയും സമാധാനം പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. നാളെ നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയുള്ള കാലം മുഴുവനും അതോർത്ത് നമ്മൾ കരയേണ്ടി വരും കനകെ. അതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒന്നും വേണ്ട ഏത് നേരത്ത് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് നീ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമെന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയണു. മോളിനി നിൽക്കണ്ട, പോയി കിടന്നോളാൻ പറഞ്ഞു നന്ദുവിനോട്. ഇനി നവ്യേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയുന്നത് വരെ എല്ലാവരെയും പോലെ എനിക്ക് ഉറക്കം വരത്തില്ല അച്ഛാന്ന് നന്ദു പറയാം. ആകെ ഇപ്പോൾ ഉറങ്ങുന്നത് അവനും അവൻ്റെ അമ്മയായിരിക്കും, അഭിയും അവൻ്റെ അമ്മയും, അല്ലാതെ വേറെ ആർക്കും ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് പോവുക. പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ. അഭിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പം നവി ഉറങ്ങിയിട്ടില്ല. ഇവൻ ചാടി എഴുന്നേറ്റ് ദൈവം ഇവൾ ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ അറിയാതെ ഒന്ന് കണ്ണടച്ച് പോയതാ. ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ ദൈവമേ അമ്മേ പറഞ്ഞ് അബി ഇങ്ങനെ ഇരിക്കാം. നവി ഇങ്ങനെ ഏറ്റിരിക്കും കേട്ടോ. ആ സമയത്ത് അബിക്കാണെങ്കിൽ ആകെ പേടി. അബി എന്നിട്ട് എഴുന്നേറ്റിട്ട് പിന്നെയും കിടന്നു. ദൈവമേ അതിബുദ്ധിയൊന്നും തോന്നരുതേ എന്നും പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി. ദേവയാനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു. അപ്പം നവ്യ ഒന്നും മിണ്ടാത്ത പുറത്തേക്ക് ഇറങ്ങി പോകുക കേട്ടോ. അപ്പം നവ്യയെ കണ്ടപ്പോൾ നവ്യ നീ എങ്ങോട്ടാന്ന് ചോദിച്ചു ദേവയാനി. ഒന്നും മിണ്ടാതെ നവ്യ എന്നിട്ട് ഇങ്ങനെ പോരുക. അപ്പോൾ ദേവയാനി പിന്നാലെ ചെല്ലുന്നു. ആ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ദേവയാനി പറഞ്ഞു ഞാൻ പൂജാമുറിയിലേക്ക് പോകാൻ വന്ന. അപ്പോൾ പതിവില്ലാതെ നവ്യ അങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പൂജാമുറിയിലേക്കാണ് അവൾ പോയതെന്ന് ചോദിച്ചു. അതെ അമ്മേ. അപ്പോൾ ഈ സമയത്ത് അവൾ എഴുന്നേക്കാറ് പോലും ഇല്ലല്ലോ. അതാമ്മേ ഞാനും ആലോചിക്കുന്നത് നമുക്ക് എന്താ പറ്റിയെന്ന്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടമ്മയെന്ന് പറഞ്ഞു. അവരുടെ മനസ്സാകെ പതറി നടക്കുകയായിരിക്കുമെന്നും സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവങ്ങളുടെ കൂട്ടുപിടിക്കുന്നതെന്ന് മുത്തശ്ശി പറയുന്നു. ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന സങ്കടം എത്രയാണെന്ന് അവൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി പറയാം. അപ്പോൾ ദേവയാനിയും അമ്മയും കൂടി ഇങ്ങനെ നോക്കും. എനിക്കാണെങ്കിൽ ഓർത്തിട്ട് പേടിയാവും അമ്മ. അവളൊന്നും സംസാരിക്കുന്നില്ല, ആരോടും പ്രതികരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവൾ എന്തോ വ്യക്തമായൊരു തീരുമാനം എടുത്തെന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കുക ദേവയാനി അമ്മയോട്. ഇനി ഏതായാലും അവൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് ദേവയാനി പറയണു. ശരിയെന്ന് മുത്തശ്ശിയും പറഞ്ഞു. ഇവർ നോക്കി നിൽക്കുമ്പോൾ
അവിടെ അകത്ത് പോയി നിന്ന് നവ്യ പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഡേവിഡ് സാറിൻ്റെ കയ്യിൽ DNA ടെസ്റ്റിന് ആവശ്യമായ സാമ്പിളുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും ഇനി അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയണം. 1% മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് നവ്യ പറയുവാണ്. പിന്നെ എന്നാൽ അത് 100% ആകണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നും അഭിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ അനഘയെ വഞ്ചിച്ചത് അഭിയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രമല്ല അവനെയും എനിക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് നവ്യ പറയുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുതേ ഭഗവാനെ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നവ്യ പ്രാർത്ഥിക്കുന്ന കാര്യം കേട്ട് ഭഗവാൻ പോലെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ജലജ ചാടി അങ്ങ് എഴുന്നേറ്റു. എൻ്റെ ഭഗവാനെ, അവൻ ഇപ്പോൾ ജീവനോടെ കാണുമോ എന്തോ എന്നും പറഞ്ഞ് എന്നിട്ട് ഓടുക. മകൻ ജീവനോടെ ഉണ്ടോ എന്നറിയും. മകൻ അന്നേരം പോത്ത് പോലെ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അമ്മ അന്നേരം ചെന്ന് പതുക്കെ നോക്കുമ്പോൾ മോൻ നല്ല ഉറക്കം. മറ്റുള്ളവരുടെ എല്ലാം ഉറക്കം കളഞ്ഞിട്ട് അവൻ സുഖിച്ച് കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തു. എഴുന്നേക്കടാന്നും പറഞ്ഞു. അപ്പം ചാടി എഴുന്നേറ്റു. പേടിക്കണ്ട ഞാനാ എന്നും പറഞ്ഞ് ജലജ. ആ സമയം അവളെന്തേടാ? എനിക്കറിയത്തില്ലമ്മേ, ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയതെന്ന് പറയും. രാത്രി ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങും. പിന്നെ ഇടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ പ്രേതത്തെ പോലെ ഞാൻ തുറച്ച് നോക്കിയിരിക്കും. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ അമ്മയെന്ന് ചോദിക്കുമ്പം ഞാനും അങ്ങനെ തന്നെയാടാ, ഉറങ്ങിയിട്ടില്ല എന്ന് അമ്മ. ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാൻ വരുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എനിക്കത് രസിക്കോടാന്ന് അമ്മ ചോദിക്കുക. അപ്പോഴേക്കും അവരുടെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അമ്മേ. ഇന്നലെ ഞാൻ പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി എൻ്റെ ഭാഗം ന്യായീകരിക്കാനൊക്കെ നോക്കി. പക്ഷെ അതിനൊന്നും അവൾ പ്രതികരിച്ചില്ലമ്മേ. എടാ, അവളുടെ അമ്മ നേരിട്ടാണ് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പിന്നെ അവൾ ചിന്തിച്ചപ്പോൾ സംഗതിയെല്ലാം ശരിയാണെന്നും തോന്നി കാണുവാടാ. അതായിരിക്കും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീട്ടിലെ വെറും അടുക്കളക്കാരിയാണല്ലോ. നീ ഇപ്പം അത്യാവശ്യം വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചന്തുമോളെ പുറത്ത് കൊണ്ടുപോകണോ എന്നൊക്കെ പറയുമ്പോഴും അവളുടെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴെന്ന് പറയുമ്പോഴും നീ അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് അവൾ ചിന്തിക്കത്തില്ലേടാന്നും ചോദിച്ചു. അപ്പം അതമ്മ പറഞ്ഞത് ശരിയമ്മേ, എന്നെ അവൾ എന്തെങ്കിലും ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പം ചെയ്യാത്തതാണ് നിൻ്റെ പ്രശ്നം അല്ലേടാ? എടാ, അവൾ ഏത് രീതിയിലാണ് പിന്നെ പ്രതികരിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല കേട്ടോ. ആരെയൊക്കെ കൊല്ലുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നിനക്കറിയാവോ അത്? നിന്നോട് മാത്രമല്ല എന്നോടും അവൾക്ക് തീരാത്ത കലിയുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അമ്മയും മോനും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട്. അത് കണ്ടപ്പോഴേക്കും ജലജയുടെ ഉള്ള ജീവൻ അങ്ങ് പോയി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ജലജ എന്നിട്ട് വേഗം ഞാൻ ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. നവ്യ ഒന്നും മിണ്ടുന്നില്ല. നവ്യ അകത്തേക്ക് കയറി പോന്നപ്പം ഇന്നലെ ഉറങ്ങിയില്ലല്ലേ എന്ന് ചോദിച്ചു. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അതേപ്പറ്റി ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അബി. കുത്തിക്കൊല്ലുന്നതിനേക്കാളും ഭീകരതയാണ് ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നതെന്ന് നവ്യയോട് അബി പറയുമ്പോഴും നവ്യ ഒന്നും മിണ്ടുന്നില്ല. നവ്യ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. ഓരോന്നൊക്കെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ഇവളെവിടെ പോകാനാണോ അവൻ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. നവ്യ എന്നിട്ട് ചുമ്മാ ചീപ്പെടുത്ത മുടിയൊക്കെ ചീകി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. എൻ്റെ ഈശ്വര, സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു, അവൾ ചത്താലും വേണ്ടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി അവിടെ നിൽക്കുമ്പോൾ താഴെ ജാനകിയൊക്കെ സംസാരിക്കാം. അമ്മ പറഞ്ഞത് ശരിയായിരിക്കും, അവളുടെ മനസ്സ് കത്തുമായിരിക്കും എന്ന്. അപ്പോൾ അമ്മയോടും ദേവയാനിയോടും അത് പറയുന്നേ. ഇന്നലെ അഭിയായിട്ട് ഒന്നിച്ച് കിടന്നപ്പോൾ അവൾ അവനെ കൊല്ലുമെന്നായിരുന്നു എനിക്ക് പേടിയെന്ന് ദേവയാനി പറയുമ്പോൾ അങ്ങനൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. ഞാനത് അവനെ മുത്തശ്ശനോട് പറഞ്ഞപ്പോഴേ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്കും വെറുപ്പാണ് അവനോട് അവൻ്റെ മുത്തശ്ശൻ ഇപ്പോൾ ഉള്ളതെന്ന കാര്യവും പറഞ്ഞു അമ്മ. അത് പിന്നെ ആർക്കാമേ അവനോട് വെറുപ്പില്ലാത്തതെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. മതി നവ്യ ഇറങ്ങി വരുന്നു. നവ്യാണെങ്കിൽ വരുന്നത് കണ്ടപ്പോൾ ഇവർ സംസാരം അങ്ങ് നിർത്തി. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരെയും മാറി മാറി നോക്കി നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോൾ എല്ലാവരും നവ്യയും ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നു. ഇവർക്കെല്ലാവർക്കും നവ്യയുടെ ആ ഒരു ഇത് കണ്ടിട്ട് പേടി. ആരോടും ഒന്നും മിണ്ടാതെ നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവളിതെന്താ ആരോടും മിണ്ടാതെ പോയതെന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിങ്ങനെ കനൽ പോലെ എരിയുമ്പോൾ ഒന്ന് സമാധാനപ്പെടാൻ അമ്പലത്തിലേക്കും എല്ലാം പോയതായിരിക്കും എന്ന് പറഞ്ഞു. അവളുടെ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് ദേവയാനി അന്നേരം പറയുക. അവളിനി മടങ്ങി വരുന്നത് വരെ ആർക്കും സമാധാനം എന്തായാലും കാണത്തില്ല എന്ന് ജാനകി. അതുകൊണ്ട് ആരോടും വിളിച്ചു പറയാതിരിക്കുന്നത് നല്ലത്. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ട് അവൾ മടങ്ങി വരുന്നത് വരെ ആർക്കും സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തു വെച്ചിട്ടിപ്പോൾ മനസമാധാനത്തോടെ അവൻ കിടന്ന് ഉറങ്ങുമായിരിക്കുമെന്ന് ജാനകി പറയുമ്പം ജീവിതത്തിൽ ആരും നശിച്ചു പോകണമെന്ന് ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല മക്കളെ. പക്ഷേ ഇവൻ നന്നാവരുതെന്ന് എനിക്കൊരു പ്രാർത്ഥന ദൈവങ്ങളോടുണ്ടെന്ന് മുത്തശ്ശി അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. സഹതാപം തോന്നി കരച്ചിൽ വന്ന സമയത്താണ് ഞാൻ അവൻ്റെ മുത്തശ്ശനോട് പറഞ്ഞത് ജലജയെ നമുക്ക് ഏറ്റെടുത്ത് വളർത്താമെന്ന്. പക്ഷെ അത് വലിയൊരു തെറ്റായിപ്പോയി. അവന്തിക മോള് അയർലൻഡിൽ പോയി വന്നതിന് ശേഷം ഒന്ന് മാറിയിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയണം. അതുപോലെ എന്നാലും ഈ സമയത്ത് അവൾ എങ്ങോട്ടായിരിക്കും അമ്മ പോയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നിൽക്കുമ്പോൾ ഡേവിഡിനെ കാണാനാണ് നവ്യ പോയത്. അവിടെ ചെന്ന് എന്തായി സാറും ചോദിച്ചു. അപ്പോൾ പറയാം
ഈ ചന്തുമോള് അബിയുടെ കുട്ടിയാണെന്ന് നവ്യയുടെ അമ്മ തന്നെയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതെ, അമ്മയാണത് തുറന്നു പറഞ്ഞതെങ്കിലും പലപ്പോഴും അത് പലരും പറയാതെ പറഞ്ഞിട്ടുണ്ടെന്ന് നവ്യ പറയണു. പല തവണ അബിയുടെ അമ്മായി അബിയും ചന്തുമോളും തമ്മിൽ സാമ്യമുണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പം ഡേവിഡ് എന്ന് പറഞ്ഞു നിൽക്കുക, ഈ അബിയുടെ അമ്മ എന്ന് പറയുമ്പം അത് ആദർശിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. സാർ, ഞാൻ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. സാറിനെ എനിക്ക് 100% വിശ്വാസമാണെന്നുള്ള കാര്യം നവ്യ പറയുവാണേ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ സാറിനെ തന്നെ സമീപിച്ചതെന്നും നവ്യ ഇയാളോട് പറഞ്ഞു. നവ്യ ഞങ്ങളുടെ കമ്പനിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണെന്നും അങ്ങനെയുള്ളവർ സങ്കടപ്പെടുന്നതും ടെൻഷൻ അടിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ സ്വാധീനം വെച്ച് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെയാണ് ഞാൻ ആ ജോലി ഏൽപ്പിച്ചതെന്നൊക്കെ ഇയാൾ പറയുക. അപ്പോഴും നവ്യയ്ക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. അതൊന്നല്ല, 4-5 തവണ തിരിച്ചും മറിച്ചും ഒക്കെ ടെസ്റ്റ് നടത്തിയിട്ടുമുണ്ട്. അതിനുശേഷം റിസൾട്ടും വന്നു എന്ന് പറഞ്ഞു. പറ സാറെന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുക. ഇപ്പം പറഞ്ഞില്ലേ അബിയുടെ അമ്മായി ഈ പറയുന്ന ചന്തുമോൾക്ക് അബിയുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞെന്ന്? അതെ, അത് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. അനന്തമൂർത്തിയും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നവ്യക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നവ്യ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ അബിയുടെ അമ്മയെ അനന്തമൂർത്തിയും അയാളുടെ വൈഫും കൂടി അഡോപ്റ്റ് ചെയ്തതാണെന്ന്. നവ്യയ്ക്ക് ടെൻഷൻ കൂടി വരിക. അങ്ങനെ ദത്തെടുത്ത മകളുടെ മകൻ അവരെ സംബന്ധിച്ചിടത്തോളം അന്യൻ തന്നെയാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും ഈ പറയുന്ന ആദർശിനെ വെളുപ്പിക്കാനേ ശ്രമിക്കുകയുള്ളെന്നും പറയണു. അപ്പോഴും നവ്യയോട് ക്ലിയർ ആയിട്ട് ഇയാൾ പറയുന്നില്ല. അപ്പം ആ കുഞ്ഞ് അബിയുടെ കുഞ്ഞല്ല എന്ന് പറയുമ്പോഴേക്കും നവ്യയുടെ മുഖത്ത് ഭയങ്കരമായൊരു പുഞ്ചിരി വിടർന്നു. അത് ഡേവിഡ് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് നവ്യയ്ക്ക് ശ്വാസം നേരെ വീണത്. അത് അഭിയുടെ ചോരയല്ല ആ കുഞ്ഞ് എന്ന് പറയുമ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നവ്യ പറയാം. സാർ, ഞാൻ സാറിനെ കാണാൻ വരുമ്പോൾ എനിക്കൊരു 1% പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല അഭിയെ. എന്നാലേ ഇനി 100% അങ്ങ് വിശ്വസിക്കാം കേട്ടോ. അവൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നും ചന്തുമോളെ ചേർത്ത് അവനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചവരൊക്കെ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നത് അവനൊരു പാവമായതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇയാൾ നവ്യയോട്. വളർത്തുമകളുടെ മകൻ അത്രയൊക്കെ പരിഗണനയെ ആ വീട്ടിലുള്ളവർ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന അഭി നിൻ്റെ ഹസ്ബൻഡാണെന്നും നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും ഇയാൾ പറയണു. അതത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല എന്നും. ഇതൊക്കെ കേട്ട് നവ്യ ഇങ്ങനെ ഒന്നും പറഞ്ഞു നിൽക്കുക. ഈ സ്വത്തിനേക്കാളും പണത്തിനേക്കാളും മൂല്യം കൊടുക്കേണ്ടതേ നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് തന്നെയാണെന്ന കാര്യവും ഇയാൾ നവ്യയോട് പറയുമ്പം സാറ് പറഞ്ഞ സത്യമാണല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ പൊന്ന് നവ്യെ, നീ കാരണമാണ് നിൻ്റെ അബിക്ക് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചിൽ ജോലി പോലും ഞങ്ങളിപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവനല്ല, നീയാണ് ഞങ്ങൾക്ക് വലുതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നവ്യയോടെ സോപ്പിട്ട് പതപ്പിക്കാം. അതുകൊണ്ട് നിന്നെ അവൻ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചിലപ്പോൾ അവനെ കൊന്നുകളയാൻ പോലും മടിക്കില്ല എന്നൊക്കെ ഇയാൾ പറയുക. പിന്നെ ഇവിടെ പക്ഷേ എനിക്ക് അവനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് തോന്നുന്നതെന്നും അത്രയ്ക്ക് പാവമാണവനെന്നും നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുമ്പോൾ നവ്യ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അതുകൊണ്ട് സ്വന്തം ഭർത്താവിനെ അടക്കി പിടിച്ചിട്ട് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്നവരെ, തെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ ദൂരെ നിർത്തുകയാണ് വേണ്ടതെന്നുള്ള കാര്യവും ഇയാൾ നവ്യയ്ക്ക് ഓതി കൊടുക്കുക. അപ്പം ശരി സാർ, ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയില്ല എന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാറിനൊക്കെ പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്ന് സാറ് നവ്യയോട് പറയണം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഒരു സ്റ്റാഫിന് പ്രയാസം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് ഇയാൾ പറയുന്നു. ഇതിൽ നിന്ന് അത്രമാത്രം നവ്യ മനസ്സിലാക്കിയാൽ മതിയെന്നും അതെല്ലാം പറഞ്ഞ് ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഒത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക എന്നും ഇയാൾ പറയുമ്പോൾ ശരി സാറെന്നും പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി. നവ്യ അവിടെ സമാധാനമായിട്ട് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന്തികയും അതുപോലെ നാഗേന്ദ്രനും തമ്മിൽ സംസാരിക്കട്ടെ. എവിടെയെങ്കിലും എന്നെ കണ്ടില്ലല്ലോ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ താഴെ എത്തിയെന്നല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും ഡേവിഡ് കയറി വന്നു. അങ്കിളെ എന്തായെന്ന് ചോദിച്ചു അവന്തിക. എന്തോന്ന് റിപ്പോർട്ടാ മോളെ, നമ്മൾ തന്നെയല്ലേ റിപ്പോർട്ട് തയ്യാറാക്കിയതും അത് ഭേഷായിട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടെന്ന് ഡേവിഡ് അവന്തികയോട് പറയുക. എടോ, ഇത് നവ്യയും അഭിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം അഭിയുടെ ശത്രുക്കൾ ചെയ്തതാണെന്ന് താൻ പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചില്ലേ അവളോട്? അതൊക്കെ ഞാൻ പറയാതിരിക്കും എൻ്റെ സാറേ എന്ന് ഡേവിഡ് നാഗേന്ദ്രനോട് ചോദിക്കണം. എന്തായാലും അവൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയില്ലെന്നേ ഉള്ളൂ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് അത്രയ്ക്ക് ആഹ്ലാദമായിരുന്നു എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോടോ. ഭർത്താവിനെ പറ്റി അവൾ കേട്ട കഥയൊക്കെ ശരിയാകരുതേ എന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും തൻ്റെ അടുത്തേക്ക് അവൾ വന്നതെന്ന കാര്യം
ഈ നാഗേന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച കാര്യം തന്നെയായിരിക്കും താൻ അവളോട് പറഞ്ഞതും. ഇന്നലത്തെ ദിവസം മുഴുവനും ഞാൻ അവളെ തന്നെ വീക്ഷിക്കുകയായിരുന്നു അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ആരോടും അവൾ ഒന്നും സംസാരിച്ചില്ല. ആഹാരമൊക്കെ അവൾ വേണ്ടാന്നൊന്നും വെച്ചില്ല. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്ത് പോലും ആരോടും ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇനിയിപ്പോൾ അവൾ മിണ്ടിക്കോളും, ഇഷ്ടം പോലെ പറഞ്ഞോളും. കേട്ടോ മോളെ, ദേ മോളുടെ വീട്ടിനകത്ത് വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് നാഗേന്ദ്രൻ പറയുക. ഇനി ആ വീട്ടിലുള്ളവർ എന്തു പറഞ്ഞാലും നവ്യ അത് വിശ്വസിക്കില്ല എന്നും പറയുന്നു. അഭിയും ജലജയും പറയുന്നത് മാത്രമേ അവൾ കേൾക്കുകയുള്ളൂ. അതുമാത്രമല്ല, സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും നവ്യ ഇനി കണക്കിലെടുക്കില്ല എന്നാണ് വാസ്തവം. സ്വന്തം അമ്മ തന്നെയല്ലേ മോളോട് പറഞ്ഞത് ഈ ചന്തുമോൾ എന്ന അബിയുടെ കൊച്ചാണെന്ന്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നടന്നതൊക്കെ പ്രൂവ് ചെയ്യാനേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ് ഇപ്പോഴും ഉണ്ടച്ചാ എന്ന് അവന്തിക പറയുക. അനഘ എന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ അവൾ തളർന്നു കിടക്കല്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് ഇപ്പം ചലനശേഷിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അവൾ റിക്കവറായി വരാനേ ബുദ്ധിമുട്ടാണെന്നും മരണം കാത്ത് ജഡത്തെ പോലെ കിടക്കുകയാണ് അവളെന്നും അങ്ങനെയുള്ളവളെ വെറുതെ വിടുന്നത് നല്ലതെന്ന് നാഗേന്ദ്രൻ അവന്തികയോട് പറയണം. എന്നാലും സാറിൻ്റെ മോൻ്റെ വഴിവിട്ട പോക്കൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാട്ടോ എന്ന് പറഞ്ഞു ഈ ഡേവിഡ്. അപ്പം ഇപ്പം ഏട്ടൻ അങ്ങനെ തെറ്റായി പോകുന്ന രീതിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് അവന്തിക പറയുമ്പം നവ്യ ഇപ്പം അബിയെ പൂർണ്ണമായും വിശ്വസിച്ച് കഴിഞ്ഞു. ഇനി മെല്ലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നവ്യയെ അവൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കി എടുക്കണമെന്നും പിന്നെ അതിനൊരു മുഹൂർത്തം നമ്മൾക്ക് ഫിക്സ് ചെയ്യണമെന്നും ഈ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം കാര്യങ്ങൾ എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. നമ്മുടെ കമ്പനിയുടെ പരസ്യ മോഡലായി അവളിങ്ങനെ പറന്ന് നടക്കട്ടെ എന്നും പറഞ്ഞ അച്ഛനും മോളും കൂടി കുറേ സ്വപ്നവും കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുവാണേ. ടാറ്റാ.